സംസ്ഥാനത്തെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിവെച്ചു. മാർച്ച് 31 വരെയുള്ള കുടിശ്ശിക തീർക്കാതെ ഉപകരണങ്ങൾ വിതരണം ചെയ്യില്ലെന്ന് വിതരണക്കാർ അറിയിച്ചു. ഇതോടെ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണം നിലച്ചു. നിലവിൽ 158 കോടിയോളം രൂപയാണ് വിതരണക്കാർക്ക് സർക്കാർ നൽകാനുള്ളത്. വിവരങ്ങളുമായി ബെൻസൺ ബാബു ചേരുന്നു. ബെൻസൺ, ഗുരുതരമായ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടോ? വിവരങ്ങൾ ലക്ഷ്മി പത്മ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം, കോഴിക്കോട് അടക്കമുള്ള 21 പ്രധാന സർക്കാർ ആശുപത്രികളിലേക്കുള്ള മെഡിക്കൽ ഉപകരണങ്ങളുടെ അല്ലെങ്കിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണമാണ് വിതരണക്കാർ നിർത്തിവെക്കാൻ തയ്യാറെടുത്തിരിക്കുന്നത്. ഇന്ന് മുതൽ ഇതിൻ്റെ വിതരണം നിർത്തിവെക്കുമെന്നുമാണ് ഈ വിതരണക്കാർ അറിയിച്ചിട്ടുള്ളത്. കാരണം 158 കോടി രൂപയാണ് ഇവർക്ക് കുടിശ്ശികയായി കിടക്കുന്നത്. ഈ തുക ഈ 31-ാം തീയതിക്കുള്ളിൽ നൽകി തീർക്കും എന്ന ഒരു ഉറപ്പ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഉറപ്പ് പാലിക്കപ്പെടാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു കടുത്ത നടപടിയിലേക്ക് വിതരണക്കാർ പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ തുക കുടിശ്ശികയായിട്ടുള്ളത് വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് ഇവരെ തള്ളിവിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ ഈ മറ്റ് ശസ്ത്രക്രിയകളെല്ലാം തന്നെ സർക്കാർ ആശുപത്രികളിൽ നടക്കേണ്ട, സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നടക്കേണ്ട ശസ്ത്രക്രിയകൾ, പ്രത്യേകിച്ച് ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി അടക്കമുള്ളവ നിർത്തിവെക്കേണ്ട അല്ലെങ്കിൽ നടക്കാത്ത സാഹചര്യമുണ്ടാകും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കോഴിക്കോട്, തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട് ഈ മെഡിക്കൽ കോളേജുകളിലാണ് കൂടുതലും തുക നൽകേണ്ടത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 35 കോടി രൂപയാണ് വിതരണക്കാർക്കായി നൽകാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ ഇന്നലെ ഈ 31-ാം തീയതിക്കുള്ളിൽ തന്നെ ഈ തുക കുടിശ്ശികയായിട്ടുള്ള തുക നൽകി തീർക്കും എന്ന് തന്നെയായിരുന്നു ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇത്ര കടുത്ത നിലപാടിലേക്ക് വിതരണക്കാർക്ക് പോകേണ്ടി വന്നത്. തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ആ ചർച്ചകൾ എത്രത്തോളം ഗുണകരമാകുമെന്ന് അറിയില്ല. വരും ദിവസങ്ങളിൽ ശസ്ത്രക്രിയ പാടെ മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അതിനുള്ളിൽ തന്നെ കൃത്യമായിട്ടുള്ള ഇടപെടൽ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി നമുക്കറിയാം ഇത്തരത്തിൽ തുടർച്ചയായി തുക കുടിശ്ശികയാകുന്നതോടുകൂടി തന്നെ ഇവർ ഇത്തരത്തിൽ സമരാഹ്വാനം നടത്തുകയും തുടർന്ന് കുറച്ച് പണം നൽകി ഇവരെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത് വിതരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക ബാധ്യത അവർക്കുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ തുകയുടെ കുടിശ്ശിക വളരെ അധികമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. ഓരോ മെഡിക്കൽ കോളേജുകളിലും 35-ഉം 20-ഉം കോടി രൂപ വീതം കുടിശ്ശികയാകുന്ന സാഹചര്യം. നിലവിൽ 158 കോടി രൂപയാണ് പല മെഡിക്കൽ കോളേജുകളിലായി, 21 മെഡിക്കൽ കോളേജുകളിലായി വിതരണക്കാർക്ക് നൽകാനുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും കടുത്ത ഒരു നടപടിയിലേക്ക് വിതരണക്കാർ നീങ്ങിയിട്ടുള്ളത്. ഇന്ന് മുതൽ ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിവെക്കുന്നു എന്ന കടുത്ത നിലപാടിലേക്ക് അവർ പോകുന്നു. തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം ഗുണകരമാകും അല്ലെങ്കിൽ അത് എത്രത്തോളം സായത്തകമാകുമെന്നതിനെപ്പറ്റി പരിശോധനകൾ അല്ലെങ്കിൽ ചർച്ച പൂർത്തിയായാൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ലക്ഷ്മി പത്മ. ബെൻസൺ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത് കോഴിക്കോട് നിന്ന്.